പറിച്ചോ. നമ്മൾ മുള്ളാത്ത പറിക്കുകയാണേ. ഓ എന്ത് വലുതാ അല്ലേ, ബിഗ് മുള്ളാത്ത. പച്ചയാണോ അത്? പഴുത്തിട്ടില്ല കേട്ടോ, പച്ചയാ. പോന്നില്ലല്ലോ. ആ പോന്ന്. നമ്മുടെ മുള്ളാത്ത അവിടെ ഹോൾഡ് ചെയ്ത് വെച്ചേക്കും കേട്ടോ. തന്നോളൂ. ഓ സോ ബിഗ്. അമ്മ കിട്ടിപ്പോയി. ഓ എന്തൊരു വെയിറ്റ് അത്. ഇത് ശരിക്കും ഒരു 3/4 കിലോ ഉണ്ടാവും കേട്ടോ. ഏതാ അത്? പഴുത്തിട്ടില്ല. ഇതൊരു 3/4 കിലോ എങ്കിലും ഉണ്ടാവും കേട്ടോ. സോ ബിഗ് ആണ്, നല്ല വെയിറ്റാ, കൈ താങ്ങണില്ല. ഓ നിറച്ച് ഉറുമ്പൊക്കെ ഉണ്ട് കേട്ടോ. ആ ഫ്രഷ്നെസ് ആണ്. ഫ്രഷ് ഫ്രം ദ ഓവൻ എന്ന് പറയണല്ലോ, ഫ്രഷ് ഫ്രം അവർ ഗാർഡൻ. ഹലോ, നമ്മുടെ സോർസോപ്പ് പ്ലാന്റിൻ്റെ അടുത്ത് തന്നെ ഞാൻ നിൽക്കുന്നത്. സോർസോപ്പ് മീൻസ് നമ്മുടെ മുള്ളാത്ത കേട്ടോ. അതെ, ഇതാണ് നമ്മുടെ മുള്ളാത്ത, സോ കോൾഡ് മുള്ളാത്ത. ഇത്തവണ കിട്ടിയത് നല്ല ബിഗ് സൈസാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് കൈ കൊണ്ട് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു 3/4 കിലോ ഒക്കെ ഉണ്ടാവും തോന്നുന്നു. ഇതിൻ്റെ അകത്ത് നിറച്ച് ഫ്ലഷാണ്. ആ ഒരു ജ്യൂസി ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ്. അതുകൊണ്ട് നല്ല വെയിറ്റ് ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ സാധാരണ നമ്മൾ പഴുപ്പിച്ചാൽ കഴിക്കാറ്, പക്ഷേ ഇത് പഴുപ്പിച്ച് കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുറേ ക്വാണ്ടിറ്റി ഉണ്ടാവും. എല്ലാവർക്കും ഇത് കഴിച്ചു തീർക്കാൻ പറ്റില്ല. നമ്മൾ കുറച്ച് കുറച്ചല്ലേ ഫുഡ് എപ്പോഴും കഴിക്കാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അമ്മ പറഞ്ഞു ഇത് വെച്ചിട്ടൊരു തോരൻ ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോഫാർ തോരൻ വെക്കാന്ന് പറഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോയെന്ന് നമുക്ക് അറിയാൻ പാടില്ല കേട്ടോ. എനിവേസ് നമുക്ക് വേഗം കിച്ചണിലോട്ട് പോയിട്ട് അമ്മയുടെ തന്നെ ചോദിക്കാം. ഇതാണ് കേട്ടോ നമ്മുടെ പ്ലാൻ. അപ്പോൾ വേഗം നമുക്ക് അവിടെ പോയിട്ട് ചോദിക്കാം. പോവാം, വേഗം പാ. നിങ്ങളും പോരെ കേട്ടോ. ഇത് ഇങ്ങനെ വെയിറ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ പിടിക്കുന്നത്. ഇങ്ങനെ ഒന്നും പിടിക്കാൻ പറ്റത്തില്ല, നല്ല വെയിറ്റാ. എന്തൊരു വെയിറ്റ് ആയതിനെ. ഇത് പിടിച്ചിട്ട് എൻ്റെ കൈ വേദന എടുക്കണോ. ഹലോ, വെൽക്കം ടു മമ്മാസ് കിച്ചൺ അനദർ ഡേ. അപ്പോൾ ഇന്നലെ നമ്മൾ മുള്ളാത്തയൊക്കെ പറിച്ചു വെച്ചു, സെറ്റായിട്ട് വെച്ചു അല്ലേ. പിന്നീട് ആ വീഡിയോയുടെ കണ്ടിന്യൂഷൻ എടുക്കാൻ പറ്റിയില്ല. പിന്നെ വേറെന്തോ വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ പിന്നാലെ പോയി. അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അന്ന് പറിച്ചു വെച്ച വ്ളോഗിൽ ഇന്നിപ്പോൾ 3-4 ദിവസമൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ അന്ന് പറിച്ചു വെച്ച മുള്ളാത്തയില്ലേ, അത് നമ്മൾ മഞ്ജു ചേച്ചി വന്നപ്പോൾ മഞ്ജു ചേച്ചിക്ക് കൊടുത്തയച്ചു. കാരണം നമ്മുടെ ഇവിടെ മരത്തിൽ 3-4 വേറെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ദിവസം പറിച്ചു വെച്ചിരുന്നത് കാരണം അത് മൊത്തം നമുക്ക് എന്തായാലും കഴിച്ചു തീർക്കാൻ പറ്റില്ല. അപ്പോൾ മഞ്ജു ചേച്ചിക്ക് ഇഷ്ടമായതുകൊണ്ട് മഞ്ജു ചേച്ചിക്ക് കൊടുത്തയച്ചു. അപ്പോൾ ഇനിയും നമ്മുടെ കയ്യിൽ പറിക്കാനായിട്ട് വേറെ മൂത്ത് പാകമായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ അമ്മ അവിടെ പോയി നിൽക്കാം എന്നാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു ഇൻട്രോ എടുത്തിട്ട് വേഗം ഞാനും അങ്ങോട്ട് വന്നേക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഹരിതാപം ഒരു ബാക്ക്ഗ്രൗണ്ടായിട്ട് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇഷ്ടമായോ ഇല്ലയോ എന്ന് പറയണം. അപ്പം നമുക്കിനി അവിടെ പോയിട്ട് അടുത്ത മുള്ളാത്ത പറിക്കാം. ഓക്കെ, അപ്പോൾ വേഗം പോരെ. അതെന്താ ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. ചിലപ്പോൾ പച്ചയ്ക്ക് കൊത്തി എറിഞ്ഞ് കറി വെക്കുകയായിരിക്കും ഉണ്ടാവുക. തോരനൊക്കെ വെക്കണം എന്ന് അമ്മ പറയുന്നുണ്ടായിരുന്നു. ചിലപ്പോൾ അത് പഴമായിട്ട് കഴിക്കും. എന്താണെന്നും ഒന്നും ഒരു പിടിയില്ല. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ആദ്യം അവിടേക്ക് പോവാം. അമ്മ അവിടേക്ക് ഇപ്പോൾ എത്തിയിട്ടുണ്ടാവും. നമുക്ക് അങ്ങോട്ട് പോവാം, എന്നിട്ട് അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ. ഞാൻ കാണിച്ചു തരാൻ തൊട്ട് ഈ ഞങ്ങൾ നിൽക്കണ ഞങ്ങളുടെ മുള്ളാത്ത മരത്തിന്റെ ചോട്ടിലാണ് കേട്ടോ. മഴയായതുകൊണ്ട് ചുറ്റും ഇങ്ങനെ പുല്ലൊക്കെ എത്ര വെട്ടിയാലും വീണ്ടും വീണ്ടും പുല്ല് കിളിർത്തോണ്ടിരിക്കുവാണ്. മുള്ളാത്ത മുഴുത്തതുണ്ടായത് ഞങ്ങളിപ്പോൾ ഒരെണ്ണം പറിക്കണ കാണിക്കാം. അതിന് മുമ്പ് ഇങ്ങനെ ഉണ്ടാവണ ഈ ഫോമിലാണ് ഇത് ചെറുതായിട്ടിരിക്കുമ്പോൾ വന്നത്. ഇത് പൂ വിരിഞ്ഞ് കായക്കണ ഒരു ഫോമാണിത് കേട്ടോ. അത് എന്നിട്ടാണ് അത് ഈ മുഴുത്തായിട്ട് ഇങ്ങനെ വന്നത്. ആ കിടക്കണം പെയിന്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കി മുഴുത്ത് വരണം. അത് നല്ല മൂപ്പായിന്ന് തോന്നണു അല്ലേ. നല്ല മൂപ്പായി. പിന്നെ ഇല്ലേ ചെറുത്, അതൊക്കെ സൂം ചെയ്യാൻ പറ്റുമോന്ന് അറിയില്ല. ചെറുത് വലുതാകുമ്പോ നമുക്ക് ഒരേ സ്റ്റേജ് കാണിക്കാം. പൂ വിരിയണേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ ഈ കാണിച്ച ഭാഗം തന്നെയാണ്. പിന്നെ നമുക്ക് പറിക്കാറായത് ചെമ്പരത്തിയുടെ ഒളിഞ്ഞു കിടക്കണം. അതാ ഈ വെയിറ്റ് ഇങ്ങനെ കൂടി കഴിഞ്ഞപ്പോ ഞാൻ ആ ചെമ്പരത്തി തണ്ടയിലേക്ക് തട്ടി ഇങ്ങനെ നിർത്തിയതാ. അതേ ഇവിടെ ഇങ്ങനെ നിർത്തിയത്. അത് വേണമെങ്കിൽ വേറെ രീതിയിൽ കാണിക്കണ്ടേ. ആ കൊമ്പിന്റെ ഇടയ്ക്ക് കൊണ്ടുവന്ന് കയറ്റി നിർത്തിയതാ. അതെ, നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. നല്ല വെയിറ്റ് ഉണ്ട്. അത്
പക്ഷെ അതിൻ്റെ തണ്ട ഇപ്പോഴും ഇതിങ്ങനെ താങ്ങിക്കോളും. ഇനിയിപ്പോൾ ഇത്രയും പാകമായതുകൊണ്ട് നമുക്ക് പറിച്ചെടുക്കാം. അല്ലെങ്കിൽ എന്നാന്ന് വെച്ചാൽ കിടന്ന് പഴുത്ത് പോയാൽ ചിലപ്പോൾ അറിയൂല. ഡെയിലി നോക്കാൻ പറ്റിയില്ലെങ്കിൽ അറിയൂല. അപ്പം ഞാനിത് മുകളിൽ വെച്ച് കട്ട് ചെയ്യുക കേട്ടോ. കട്ട് ചെയ്തിട്ട് ഇനി കാണിക്കാം. മുള്ളാത്ത അടിപൊളി അടിപൊളി. ഇതിങ്ങനെ ഈ ഒരു കറുത്ത പാട് പുറത്തുള്ളതാ, കേടൊന്നും അല്ല കേട്ടോ. നമുക്ക് റൗണ്ട് അടിച്ച് കാണിക്കണ്ടേ. ഇങ്ങനെയാണ് ഇതിൻ്റെ അവസ്ഥ. ഈ ഇലയങ്ങ കട്ട് ചെയ്ത് മാറ്റാം, അപ്പം ശരിക്കും കാണാൻ പറ്റും. കട്ട് ചെയ്യണ്ടേ? അടിപൊളി. ഈ മുള്ളാത്തയുടെ ഇപ്പറേ നിൽക്കണത് ഒരു നാരകാണ്, ഒടിച്ചൂത്തി നാരകാണ്. അത് അപ്പം ഏതോ നഴ്സറിയിൽ നിന്ന് മേടിച്ച് നട്ടതാണ്. ഇതുവരെ അതിൽ കായുണ്ടായിട്ടില്ല. ഇഷ്ടംപോലെ വളമൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഇതിനെപ്പറ്റി പുഷ്പിക്കാനായിട്ട് എന്തെങ്കിലും വളത്തെപ്പറ്റി അറിയാമെങ്കിൽ കമൻറ്റിൽ അറിയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അതനുസരിച്ച് ചെയ്യാം. ഇവിടെ സാധാരണ ചാണകപ്പൊടി എല്ലുപൊടിയാണ് ഇതിന് ഇട്ട് കൊടുക്കുന്നത്. പക്ഷെ ഇത്രയും വലുതായിട്ടും 2-3 കൊല്ലം ആയതായത് ഇതുവരെ അതിൽ കായും ഉണ്ടാവണില്ല. എന്താണെന്നറിയില്ല. വെയിലും അടിക്കുന്നുണ്ട്, ഡയറക്റ്റ് വെയിലും അടിക്കും രാവിലെ. അപ്പൊ അമ്മ ഇനി നമുക്കിത് പോകാം. മുള്ളാത്തയായിട്ട് പോവാണ്. മുള്ളാത്തോണ്ട് അമ്മ ഇന്ന് എന്താ പ്രിപ്പറേഷൻ ഉദ്ദേശിക്കുന്നത്? ഇത് പ്രിപ്പറേഷൻ അല്ല, ഇത് പഴുക്കാൻ പാകത്തിന് മൂത്ത് പോയി. ഇത് പഴുപ്പിക്കാം. പച്ചയുള്ളത് നമുക്ക് തോരനുണ്ടാക്കാം. ഈ പാത്രം ഇങ്ങനെ പിടിക്കുമ്പോ തന്നെ നല്ല വെയിറ്റ് ആട്ടോ. ഇത് തെന്നി പോണു, നല്ല വെയിറ്റ്. ഇനി ഇത് മുറിച്ച് കഴിക്കണം. ഇതൊന്ന് മുറിക്കോ കഴിക്കാൻ? എന്നാ മുറുക്കി. പഴുത്ത സോർസോപ്പ് നല്ല പഴുത്തൂല്ലേ? അമ്മ ഇതുകൊണ്ട് കറി വെക്കണം എന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ആ ഒരു പീസ് മതി എനിക്കിപ്പോ. പ്ലേറ്റ് എടുത്തോണ്ട് വരാം. അപ്പൊ നമുക്ക് പ്ലേറ്റ് എടുത്തിട്ട് അത് ഒരു പീസ് കഴിക്കാം കേട്ടോ. കാരണം നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് വെരി ടേസ്റ്റി. അതെൻ്റെ അപ്പ എന്തോരം എടുത്ത്. ഇതിനി കഴിക്കാൻ പോവാണ്. ഞാൻ ഇതാണ് കഴിക്കാൻ പോണേ. അമ്മ ഇത് കഴിക്കൂല, അമ്മയ്ക്ക് ഇഷ്ടമല്ലാന്ന് പറയും. അമ്മേനെ കളിയാക്കാൻ അപ്പ ഇടയ്ക്ക് ഇത് പറയുന്നുണ്ട്. കണ്ട, ഇത് ഞാൻ ക്യാമറ പിടിച്ചേക്കുന്നതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ എടുക്കാം. യെസ്, ഇത് പക്ക ഒരു ജ്യൂസി കണ്ടന്റ് ആണ്. അതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. കണ്ടോ, തൊലി തെറ്റിയില്ലെങ്കിൽ ഇത് കഴിക്കാൻ നമുക്ക് ഭയങ്കര പാടാണ്. പക്ക ഒരു ജ്യൂസി കണ്ടന്റ് ആണ് ഇതിന്. എന്താ, ഇതിങ്ങനെ വിട്ടു പോരില്ലാണേ. അപ്പോൾ സ്പൂണ് കൊണ്ട് തൊലി എത്താതെ ചുരണ്ടി കഴിക്കാൻ നമുക്ക് ഭയങ്കര പാടാണ്. മധുരമൊക്കെ ഉണ്ടോയെന്ന് നോക്കാവേ. എന്താ, ശരിക്കും നല്ല തിക്ക് ഫ്രൂട്ടാണ്, തിക്ക് വാട്ടറി ആണ്. പക്ക ഒരു മാംഗോസ്റ്റിൻ്റെ ഒരു ടേസ്റ്റാണ്. കസ്റ്റാർഡ് ആപ്പിളിൻ്റെ ടേസ്റ്റ് അല്ല കേട്ടോ അതിന്. അങ്ങനെ ആരും വിചാരിക്കണ്ട, അതിൻ്റെ ടേസ്റ്റ് അല്ലത്. മധുരമുണ്ട്, അറ്റ് ദ സെയിം ടൈം നേർത്ത ഒരു പുളിയും ഉണ്ട്. കടും മധുരമല്ല അതിന്. അതുകൊണ്ട് തന്നെ നമുക്ക് മടുക്കില്ല. ഞാനും എപ്പോഴും കഴിക്കും. എനിക്ക് രണ്ടാൾക്കും ഭയങ്കര ഇഷ്ടമാണ്. ഈ കുരുവൊക്കെ ഇങ്ങനെ മാറ്റി വയ്ക്കുന്നത് എന്തിനാണെന്ന് അറിയാം? ഇതൊക്കെ നടാനാണ്. നമ്മളെപ്പോഴും മുള്ളാത്ത ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കുരു എപ്പോഴും മാറ്റി വയ്ക്കും. അത് നട്ട് കഴിഞ്ഞാൽ എല്ലാം മുളച്ച് വരാം. അങ്ങനെ മുളച്ച് വന്ന് ഞങ്ങൾക്കിപ്പോൾ ഒരുപാട് മുള്ളാത്തയുണ്ട്. ഇനി ഇത് അമ്മേനെ കൊണ്ട് കുറച്ച് കഴിപ്പിക്കണം. ഞാനിവിടെ ഇരുന്ന് മുള്ളാത്ത കഴിക്കുക കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ ടേസ്റ്റ് സിമിലർ ആയിട്ടുള്ള മറ്റൊരു ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ മാംഗോസ്റ്റിനാണ്. പക്ഷെ മാംഗോസ്റ്റിന് എനിക്ക് തോന്നുന്നു കുറച്ച് കടും മധുരാന്ന് തോന്നുന്നു അല്ലേ? എനിക്ക് അങ്ങനെ തോന്നുന്നു. ഞാൻ ഓർക്കുന്നില്ല, മാംഗോസ്റ്റിൻ കഴിച്ച കാലമൊക്കെ മറന്നുപോയി. അപ്പോൾ പക്ഷെ ഇതിന് ഒരു കടും മധുരമല്ല നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഇതിന് ശരിക്കും ഒരു പുളിരസമുണ്ട്, ഒരു നേർത്ത പുളിരസമുണ്ട്. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് മടുക്കില്ല. പിന്നെ ആ ഒരു ഫുൾ ഫ്രൂട്ട് ഉണ്ടല്ലോ, ആ ഒരു ഫുൾ ഫ്രൂട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു നേരത്തെ ഭക്ഷണം നമുക്ക് കഴിക്കേണ്ട ആവശ്യമില്ല. കാരണം അത്രയും ഫുൾ ഫ്രൂട്ട് ഒരാൾ കഴിക്കുകയാണെങ്കിൽ വയറ് ഫുള്ളാവും കേട്ടോ.
പകുതിയൊക്കെ ആയിട്ട് കഴിക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഫുൾ ഫ്രൂട്ട് ഒരാൾക്ക് കഴിച്ചു തീർക്കാൻ പറ്റത്തില്ല. ഭയങ്കരമായിട്ട് വയറങ്ങ് നിറഞ്ഞു. കാരണം ഫുൾ വാട്ടറി കണ്ടന്റ് അല്ലേ, അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഒത്തിരി മെഡിസിനൽ വാല്യൂ ഒക്കെ ഉള്ളതാണെന്ന് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എത്രത്തോളം സയൻറ്റിഫിക് ആയിട്ട് അറിയില്ല, ഞാൻ പറഞ്ഞു കേട്ടേക്കണതാണ് കേട്ടോ. നമ്മുടെ മുള്ളാത്ത ഇത് ഈ സ്പൂണും കൊണ്ട് ഇങ്ങനെ എടുക്കാൻ ഭയങ്കര പാടാണ് ഇതിന്. കേട്ടോ, ഇത് വിട്ടുപോരില്ല, അത് ഒരിക്കലും വിട്ടുപോരില്ല. ഈ സാധനം ഭയങ്കര കട്ടിയായി, കട്ടിയല്ല അതിങ്ങനെ ഒട്ടും ഡിറ്റാച്ച്ഡ് ആവില്ല. ഇതുണ്ട്, ഫ്രൂട്ട് ഭയങ്കര പൾപ്പിയാണ്. ദേ ഇത് നല്ല യമ്മി ആയിട്ടുള്ള, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനും അപ്പയും മാത്രമേ വീട്ടിൽ കഴിക്കണം. അമ്മ കഴിക്കില്ല, അമ്മയ്ക്ക് ഇഷ്ടമല്ല എന്ന് പറയും. എനിക്കിഷ്ടമാണ്, ഞങ്ങൾക്ക് രണ്ടാൾക്കും നല്ല ഇഷ്ടമാണ്. നല്ല ടേസ്റ്റി ആട്ടോ. സൂപ്പർ. കസ്റ്റർഡ് ആപ്പിളായിട്ട് അങ്ങനെ സിമിലാരിറ്റി ഒന്നും ഇല്ല കേട്ടോ. കസ്റ്റർഡ് ആപ്പിൾ എന്ന് പറയുമ്പോൾ നല്ല തിക്കായിട്ടുള്ള ഒരു ഫ്രൂട്ടാണ്. ഇത്രയും ജ്യൂസി കണ്ടന്റ് ഇല്ല, കുറച്ചൊരു ക്രീമിഷ് ടേസ്റ്റ് ആണ് അതിന് കൂടുതൽ അല്ലേ. ഇതിന് അങ്ങനത്തെ ഒരു ക്രീമിഷ് ടേസ്റ്റ് ഇല്ല, പക്ക ഒരു വാട്ടറി കണ്ടന്റ് ആണ് ഇതിനകത്ത്. പിന്നെ അതുപോലെ ഈ ഫ്രൂട്ട് എപ്പോഴും ഇങ്ങനെ ഡിറ്റാച്ച്ഡ് ആയിട്ട് പോരാൻ ഭയങ്കര പാടാണ്. ഇങ്ങനെ വേർതിരിക്കാൻ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഫ്രൂട്ട് ഇങ്ങനെ സ്പൂൺ കൊണ്ട് കോരുമ്പോഴൊക്കെ ആണെങ്കിലും വേർതിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. മറ്റേത് സീഡിൽ ഇങ്ങനെ പൊതിഞ്ഞല്ലേ ഇരിക്കണേ. ഇത് കസ്റ്റാർഡ് ആപ്പിളൊക്കെ സീഡിൽ പൊതിഞ്ഞിരിക്കുന്നത്, ഇതിൻ്റെ ഉള്ളിലാണ് സീഡ് ഇരിക്കുന്നത്. അതാണ് ഇതിൻ്റെയൊക്കെ ഒരു വ്യത്യാസങ്ങൾ. എനിവേസ് ഇറ്റ്സ് വെരി വെരി നൈസ്. ഒരു പുളിരസവും മധുരവും ഒക്കെ ചേർന്ന്, നല്ല കടും മധുരമുണ്ട്, പക്ഷെ അതിൻ്റെ ഒപ്പം നേരത്തെ പുളിരസം ഉള്ളതുകൊണ്ട് നല്ല രസമാണ് അത് കഴിക്കാനായിട്ട്. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്.